സത്യ ഏകദൈവമായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ മെസ്സേജിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യമാണ്. നമ്മൾക്ക് ഈ ഒരു വചനം ആദ്യമായിട്ടൊന്ന് വായിക്കാം. ഇടിഞ്ഞ് കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്ത് നടുതൽ വെച്ചുണ്ടാക്കിയെന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു വചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊരു പ്രത്യാശ വചനമാണ്, വാഗ്ദത്ത വചനമാണ്. എന്ത് തരത്തിലുള്ള വാഗ്ദത്തമാണ് ഇവിടെ നമ്മൾ കാണുന്നത്? പുനർനിർമ്മാണത്തിൻ്റെ, പുനരുത്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വീണ്ടെടുക്കലിൻ്റെ, വലിയ രീതിയിലുള്ള മഹത്വമേറിയ ഒരു വീണ്ടെടുക്കലിൻ്റെ, പുതുക്കിപ്പണിയലിൻ്റെ പ്രത്യാശ നൽകുന്ന ഒരു വചനം തന്നെയാണിത്. ഈ ഒരു വചനം വായിക്കുന്നതിൽ കൂടി നമ്മൾക്ക് മനസ്സിലാവും, ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥകൾ അതിൻ്റെ അവസാനമല്ല. ഇതിവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ആരംഭമാണ്. എൻ്റെ പ്രവർത്തികൾ ഈ ഒരു തകർച്ചകളിൽ നിന്നും, തളർച്ചകളിൽ നിന്നും, നാശം വന്നിരിക്കുന്ന അവസ്ഥകളിൽ നിന്നുമാണ് തൻ്റെ പ്രവർത്തികൾ തുടങ്ങുന്നത് എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലം ആദ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഇസ്രായേൽ മക്കളുടെ വലിയ തകർച്ചയുടെ ഒരു സമയത്താണ് ദൈവം എഹെസ്കേലിനോട് ഈ ഒരു പ്രവചനം പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോമിസ് വേഴ്സ് പറയുന്നത്. ആ സമയത്ത് അവരുടെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ, അവരുടെ പട്ടണങ്ങളിലെല്ലാം ആൾക്കാരില്ലാതെ ശൂന്യമായി, കോട്ടകളൊക്കെ തകർക്കപ്പെട്ട്, മതിലുകളൊക്കെ തകർക്കപ്പെട്ട്, പട്ടണങ്ങളിൽ ആരും വസിക്കാനില്ലായിരുന്ന ഇടിഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമായിരുന്നു അവരുടെ അന്ന് ആ ഒരു സ്ഥലത്തൊക്കെ കാണാൻ സാധിക്കുമായിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ചുറ്റുമുള്ള ജാതികൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അവശേഷിച്ചിരുന്ന മറ്റുള്ള ആൾക്കാർ പറയുമായിരുന്നു, ദേ കണ്ടില്ലേ ഇവരെ, ദൈവം കൈവിട്ടവരാണ് ഇവർ, തകർച്ച നേരിട്ടവരാണ് ഇവർ, ഇടിഞ്ഞു പോയവരാണ്, നാശം വന്നിട്ടുള്ളവരാണ് എന്ന് ഇസ്രായേൽ മക്കൾക്ക് ലജ്ജ ഉളവാക്കുന്നത് പോലെ മറ്റുള്ളവർ അവരെക്കുറിച്ച് പറയുവാൻ ഇടവന്ന ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ആ ഒരു സമയത്തെ ആൾക്കാരുടെ അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പോലും നോക്കി പറയുകയാണ് അവരുടെ അവസ്ഥയെപ്പറ്റി. ആ അവസ്ഥയുടെ മേലാണ് ദൈവം പറഞ്ഞത്, ഇടിഞ്ഞ് കിടക്കുന്ന പട്ടണങ്ങളൊക്കെ ഞാൻ പണിയും, ശൂന്യമായടുത്ത് ഞാൻ പുതിയത് നട്ട് പിടിപ്പിക്കും, ഇടിഞ്ഞു പോയ കോട്ടകളെ ഞാൻ അതിനെ ശക്തി പ്രാപിക്കും, ആൾക്കാർക്ക് പാർക്കാനില്ലായിരുന്ന പട്ടണങ്ങളിൽ ഞാൻ നിവാസികളെ കൊണ്ട് അവിടെ നിറയ്ക്കും. അപ്പം ഇങ്ങനെ തുടങ്ങുന്ന പല വചനങ്ങളും നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യങ്ങളിലൊക്കെ വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അവസാനമായിട്ടാണ് ദൈവം പറയുന്നത്, ഇടിഞ്ഞ് കിടക്കുന്ന പട്ടണങ്ങളെ ഞാൻ പുനഃസ്ഥാപിക്കും. ഇതിന് ശേഷം ദൈവം പറയുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ഇത് കാണും. ഈ ഒരു പുനഃസ്ഥാപനം, എൻ്റെ വീണ്ടെടുക്കൽ, നിങ്ങളുടെ തകർച്ചകളിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പോലും കണ്ട് അവർ പോലും പറയും, അവരുടെ ദൈവം ഈ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോലെയുള്ളവർക്ക് വലിയ വിശ്വാസം വരുത്താനുള്ള ഒരു കാര്യം കൂടെ തന്നെയാണ്. ഒരു പടി കൂടെ കടന്നുള്ളൊരു വാഗ്ദാനമാണ് ദൈവം പറയുന്നത്. മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നത് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവർ പോലും പറയും, ദൈവം അവരുടെ ജീവിതത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത് കണ്ടോ, ദൈവം അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടോ എന്ന് അവർ പോലും പറയാൻ ഇടയാകും എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം ഒന്നുകൂടെ ശക്തിപ്പെടുത്തി, നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്താൻ, അവനിൽ ഒന്നുകൂടെ ആശ്രയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു പ്രവചനത്തിൽ, ഈ ഒരു വാഗ്ദാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇത്രയും നേരം കാണേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഞാൻ തകർച്ചകളെ മാറ്റം വരുത്തും, ഇടിഞ്ഞ പട്ടണങ്ങളെ ഞാൻ പുനഃസ്ഥാപിപ്പിക്കും, നാശം വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ പുതിയ കാര്യങ്ങൾ, അവിടെ പുതിയ നാമ്പ് നട്ട് വളർത്തും. മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ജാതികൾ പോലും, ചുറ്റുമുള്ളവർ പോലും കണ്ട് അവരും മനസ്സിലാക്കും, ഇങ്ങനെയൊരു പ്രവൃത്തി ഞാൻ ചെയ്തു എന്നുള്ളത്. ഇനി മൂന്നാമതായിട്ട്, ഈ ഒരു വചനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു കാര്യം കൂടെ പറയുകയാണ്, യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അത് നടത്തുക തന്നെ ചെയ്യും. കാരണം പലർക്കും വിശ്വാസം പോരാതെ വരും, പലർക്കും സംശയം തോന്നാം. കാരണം അവസ്ഥകൾ അതുപോലെ ആയിരിക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് സെയിം അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ, തകർച്ചകളും
നാശങ്ങളും ശൂന്യമായ വീടുകളും ശൂന്യമായ ഹൃദയങ്ങളുമാണ് നമ്മുടെ എന്ന് നമ്മൾ കാണുന്നതെങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിക്കാൻ നമ്മൾക്ക് വലിയ പ്രയാസം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അവിശ്വാസത്തെ ഒക്കെ മാറ്റം വരുത്തുന്ന രീതിയിലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാനാണിത് പറഞ്ഞിരിക്കുന്നത്, ഞാനാണിത് അരുളി ചെയ്തിരിക്കുന്നത്, ഞാനിത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇതാണ് വന്നത്, ദൈവം എത്ര രീതിയിലാണ് നമ്മളെയൊക്കെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവൻ്റെ വചനങ്ങളിൽ കൂടി വെറും വാഗ്ദാനങ്ങൾ തരിക മാത്രമല്ല, ഓരോ വാഗ്ദാനങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ സവിശേഷതകളുണ്ട്. ഓരോ രീതിയിലാണ് ദൈവം മനുഷ്യരെ അവനിലേക്ക് അടുപ്പിക്കാൻ, അവനിലേക്ക് ആശ്രയിപ്പിക്കാൻ, അവനിലേക്ക് വിശ്വാസം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത്ര സ്നേഹവാനായ ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെ നമ്മളെ സഹായിക്കാൻ, നമ്മളുടെ തകർച്ചകളിലും തളർച്ചകളിലും ഇടിഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ ഓരോ അവസ്ഥകളിലുമൊക്കെ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാനാണിത് അരുളി ചെയ്തിരിക്കുന്നത്, ഞാനിത് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള ഈ ഒരു വചനം നിങ്ങളൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഇന്ന് ഈ ഒരു വചനം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഇതിൽ നിങ്ങൾക്ക് വിശ്വാസം വരികയാണെങ്കിൽ, ഇന്നു മുതൽ തകർച്ചകളെപ്പറ്റി, ഇടിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി, ശൂന്യമായ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ വിഷമിക്കരുത്. കാരണം ദൈവം ഈ ഒരു പ്രോമിസ് വചനം ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. മാറ്റങ്ങൾ ഞാൻ വരുത്തുകയാണ്, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ കൂടുതൽ നമ്മൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇടിഞ്ഞു പോയതും നാശമായതും ശൂന്യമായതും പരാജയപ്പെട്ടതും പൊട്ടിപ്പോയതും ഇല്ലാതെയായി പോയതും നഷ്ടപ്പെട്ട വർഷങ്ങളും ഒക്കെ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കാലിൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ദൈവത്തോട് പറയുക, ഈ ഒരു പ്രോമിസ് വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു, നീ പറഞ്ഞത് നീ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം നിനക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എൻ്റെ ഈ അവസ്ഥകളെ നീ മാറ്റം വരുത്തണമേ, പൊട്ടിപ്പോയതിനെ നീ പുതുക്കി പണിയണമേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സന്തതികളുടെ മേൽ നീ ഒരു പുതിയ ജീവൻ നൽകണമേ എന്ന് ഈ ഒരു വചനത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി തരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറ്റി തരുന്നത് മറ്റുള്ളവർ പോലും കണ്ട് ആ ജീവനുള്ള ദൈവത്തെ പ്രകീർത്തിക്കാൻ, പുകഴ്ത്തുവാൻ ഒരവസരം, നിങ്ങളുടെ തകർച്ചകളെ സാക്ഷ്യങ്ങളാക്കി മാറ്റാനുള്ള അവസരം ദൈവത്തിന് നിങ്ങൾ കൊടുക്കുക. ഈ ഒരു വചനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഈ ഒരു വചനം യെഹെസ്കേലിന്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം ഒരു പ്രാർത്ഥന തന്നെയാണ്. ഇതൊരു പ്രാർത്ഥനയാക്കി നിങ്ങൾ മാറ്റുക. നിങ്ങൾ ദൈവത്തോട് പറയുക, എൻ്റെ ഇടിഞ്ഞു പോയ അവസ്ഥകളെ പുനർനിർമ്മാണം ചെയ്യുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ശൂന്യമായി പോയ എല്ലാ അവസ്ഥകളിന്മേലും പുതിയ നാമ്പ് കിളിപ്പിക്കാൻ, പുതിയ വിത്ത് മുളപ്പിക്കാൻ, അവിടെ മുഴുവൻ നിറയ്ക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ പറഞ്ഞതുപോലെ, നീ അരുളി ചെയ്തതുപോലെ നീ ചെയ്യും എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കാട്ടിലും വലിയൊരു പ്രാർത്ഥന ഇന്ന് ഈ ഒരു വചനത്തിൽ കൂടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് വലിയൊരു പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു അധ്യായം വായിച്ച് ഒരു പ്രാർത്ഥനയാക്കി ഈ ഒരു വചനത്തെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തളർച്ചകളെ, തകർച്ചകളെ ദൈവം മാറ്റുന്നത് കാണുക. ദൈവവചനം ആദ്യം കേൾക്കുക. ദൈവവചനം കേട്ട് കേട്ട് ഒരുപാട് വചനങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളൊക്കെ ദൈവം നിറയ്ക്കുന്നത് നിങ്ങൾ കാണാം. So come fall in love with Jesus and fall in love with the word of God.